ശരിക്കും ചോദിക്കൂ, അള്ളാഹുവിന് ഇടം കൊടുക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഖുർആൻ എന്ത് നിഅമത്ത് നിങ്ങളുടെ ദുനിയാവിലുണ്ടോ അതിന്റെ മുഴുവൻ ഖജനാവ് എന്റെ അടുത്താണുള്ളത്. അള്ളാഹു പറയുക, ഒരു നിശ്ചിത അളവിലേ ഞാൻ ഇറക്കത്തുള്ളതേ ഉള്ളൂ. സാധനമൊക്കെ എവിടാ ഉള്ളത്? ഈ ആൾക്കൊണ്ട് ഇത് കടം കൊടുക്കണമെന്ന് പറഞ്ഞാൽ എവിടുന്നാണ് നോക്കുക? തിരിയുന്നില്ലേ? അപ്പം മന്നല്ലത് അള്ളാഹ്ക്ക് കടം കൊടുക്കും എന്ന് പറഞ്ഞാൽ നബിയുടെ ആവശ്യത്തിനും നിങ്ങൾ പൈസ കൊടുത്ത് സഹായിച്ചോളൂ. ദീനിന്റെ പ്രവർത്തനങ്ങൾ സുഖമായി നടക്കാൻ നബിയെ സഹായിക്കുക. അപ്പൊ അള്ളാഹ്ക്ക് കടം കൊടുത്തു. ഇത് തന്നെയാണ് നബിക്ക് വഴിപ്പെടാൻ പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെട്ടത് അള്ളാഹ് പറഞ്ഞത്. തിരിഞ്ഞില്ലേ? അല്ല, അള്ളാഹുവിന് വഴിപ്പെടുക എന്ന് പറഞ്ഞ് നേരിട്ട് നമുക്ക് നടക്കത്തില്ലല്ലോ. ഒക്കുവോ? അതാണ് റസൂൽ വഴിപ്പെട്ടാൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ടു പോയി. അപ്പൊ പിന്നെ അള്ളാഹ് റസൂൽ എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു എന്ന് നിർദ്ദേശിച്ചു എന്നല്ലാതെ ഖുർആനിൽ എന്തുണ്ട് എന്ന് ചിന്തിക്കുന്ന സ്വഭാവം സഹാബത്തിനില്ലാതായി തീർന്നു. പിന്നെ ഖുർആന്റെ ഉപയോഗം എന്താണ്? ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? اللفظ المنزل على عبده محمد صلى الله عليه وسلم المتعبد بتلاوته. ഓരോ ഇബാദത്താക്കിയിരിക്കുന്ന ഒരു ഗ്രന്ഥം അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട മുഹമ്മദിന്റെ മേൽ ഇറക്കപ്പെട്ട കുറെ വാക്കുകളാണ്. അൽ മുതഅബ്ബദു ബിതിലാവതിഹി, ഓതാനുള്ളതാ ഖുർആൻ.